Hi all, welcome back to Career Vein Updates. SSLC പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ 2024-25 അധ്യയന വർഷത്തേക്കുള്ള വിവിധ കോഴ്സുകളോട്ട് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന വിവിധ കോഴ്സുകളായിട്ടുള്ള LBS, BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ, പോളിടെക്നിക് കോഴ്സുകൾ, ITI 2024 അഡ്മിഷൻ, കൂടാതെ DLED അഥവാ TTC കോഴ്സുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിവിധ കോഴ്സിലോട്ട് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 4 വിവിധ കോഴ്സുകളോട്ട് അഡ്മിഷൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് LBSൻ്റെ BSc നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. നേരത്തെ LBSൻ്റെ പാരാമെഡിക്കൽ ഈ BSc നഴ്സിംഗ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സാണ്. പ്രാഥമിക അത് പ്രൈമറി വെരിഫിക്കേഷന് ശേഷമുള്ള വിദ്യാർത്ഥികളുടെ ഡാറ്റ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ LBSൻ്റെ വിവിധ പാരാമെഡിക്കൽ അതേപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സിലോട്ട് അപേക്ഷ കൊടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് അത് LBScenter.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷയുടെ പരിശോധനയ്ക്ക് ശേഷം ആവശ്യപ്പെട്ടിട്ടുള്ള സാധുവായ സർട്ടിഫിക്കറ്റുകളും അപേക്ഷാർത്ഥികൾക്ക് 5/7/2024 വൈകിട്ട് 5 മണി വരെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നേരത്തെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളിൽ എന്തെങ്കിലും ഡിഫക്ട്സ്, എന്തെങ്കിലും ക്ലിയർ ഇല്ലാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സ്റ്റാറ്റസിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നിർബന്ധമായിട്ടും നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പ്രധാനമായിട്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് PDF ഒന്നുകൂടി സ്കാൻ ചെയ്ത് വൃത്തിയുള്ള ക്ലിയറുള്ള ഫോട്ടോ നിങ്ങൾ എടുത്ത് സ്കാൻ ചെയ്തിട്ട് ഏതാണോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് റീ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത് അവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. 5 നിങ്ങൾ മുമ്പിൽ 2 ദിവസം കൂടിയാണ്. അതിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും മിസ്റ്റേക്കുള്ള വിദ്യാർത്ഥികൾ ഈ 5/7/2024 നിർബന്ധമായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ആവശ്യമായ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി പ്രൊഫൈലിൽ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥികൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ അടുത്ത ഘട്ടമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്, അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും 6/7/2024 മുതൽ 7/7/2024 വരെ ചെയ്യുവാൻ സാധിക്കുന്നത്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ LBSൻ്റെ വിവിധ പാരാമെഡിക്കൽ അതേപോലെ BSc നഴ്സിംഗ് കോഴ്സുകൾക്ക് അപേക്ഷ കൊടുക്കുകയും ഫീസ് അടക്കുകയും പക്ഷേ പിന്നീട് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും ഓപ്ഷൻ LBSൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അതായത് ഈ വരുന്ന 6-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ജൂലൈ 6, 7 തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഫൈനൽ കൺഫർമേഷൻ വീണ്ടും കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ അപേക്ഷാ ഫോം പൂരിപ്പിക്കുകയും അവരുടെ ക്ലെയിം സൂചിപ്പിക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. ഈ കാലയളവിന് ശേഷം അപേക്ഷയിൽ ഭേദഗതി വരുത്താൻ ഇനി അവസരം നൽകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ അപേക്ഷാ ഫോം പൂർത്തീകരിക്കാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഓപ്ഷൻസ് വളരെ ഉപകാരപ്രദമാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഫൈനൽ സ്റ്റേജിൽ നിന്നും കൺഫർമേഷൻ കൊടുക്കാതെ പുറത്തു പോയിട്ടുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ ഈ സമയം വളരെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ പറഞ്ഞ LBSൻ്റെ ഏതെങ്കിലും നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അതേപോലെ LBSൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഡേറ്റ് ഷെഡ്യൂളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ടത്തിൽ നിങ്ങളുടെ ഈ ഒരു നിങ്ങളിപ്പോൾ ഒന്നാമത്തെ ഈ പ്രൊഫൈലിൽ മിസ്റ്റേക്കുള്ള വിദ്യാർത്ഥികൾ അത് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളുടെയും റാങ്ക് ലിസ്റ്റ്, അതായത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ജൂലൈ 8-ാം തീയതിയും അതേപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ജൂലൈ 10-ാം തീയതിയുമാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനൽ കൃത്യമായിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യലാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുവാൻ സാധിക്കും. അതിൻ്റെ ഡേറ്റ് ജൂലൈ 10 മുതൽ ജൂലൈ 15 വരെയാണ്. അതിനുശേഷമായിരിക്കും വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ ഫൈനൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റൊക്കെ വരിക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടങ്ങളിലും അപ്ഡേറ്റ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു കോഴ്സായിട്ടുള്ള
പോളിടെക്നിക്ക് 2024 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ SSLC +2 കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികൾ പോളിടെക്നിക്ക് വിവിധ കോഴ്സിലോട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റും റാങ്ക് ലിസ്റ്റും നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇനിയും ശ്രദ്ധിക്കാത്ത വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എവിടെയും കിട്ടാതെ അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തീർച്ചയായിട്ടും ജൂലൈ 10 തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജൂലൈ 10 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ എവിടെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് 10 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. അതായത് നാളെ ലാസ്റ്റ് ഡേറ്റാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് 4/7/2024 നാളെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എവിടെയാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതിനായിട്ട് ഇനിയും ഏതെങ്കിലും വിദ്യാർത്ഥികൾ പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റും റാങ്ക് ലിസ്റ്റും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ poly.org. നേരത്തെ നിങ്ങൾ അപേക്ഷ കൊടുത്ത അതേ വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾ ലോഗിൻ വഴി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും മൊബൈൽ നമ്പറും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് മനസ്സിലാക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ഇപ്പോൾ എവിടെയും കിട്ടാത്തവർ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും കൂടാതെ നിലവിൽ ലഭിച്ച ഈ ഒരു അലോട്ട്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും എവിടെയാണോ ലഭിച്ചിട്ടുള്ളത് ആ കോളേജ് നിർബന്ധമായിട്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. ലാസ്റ്റ് ഡേറ്റ് 4/7/2024 കൂടാതെ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നിലനിർത്തുകയും എന്നാൽ ഉയർന്ന ഓപ്ഷനിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള നിങ്ങൾ ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് അല്ലെങ്കിൽ ISRT പോളിടെക്നിക് കോളേജിൽ പോയിട്ട് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കി നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടത്തി അഡ്മിഷൻ ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നിങ്ങൾ അവിടെ നിലനിർത്തിയിട്ട് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഉയർന്ന ഓപ്ഷന് വെയിറ്റ് ചെയ്യുന്നവരാണ്. അവർ നേരിട്ട് ഇപ്പോൾ ലഭിച്ച കോളേജിൽ പോകേണ്ട ആവശ്യമില്ല. തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് പോളിടെക്നിക് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൈമാറി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റിൽ താല്പര്യമില്ലാത്തവരും അതേപോലെ തന്നെ ഉയർന്ന ഓപ്ഷൻ മാത്രം പരിഗണിക്കുന്നവരുമാണെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ 10/7/2024 അലോട്ട്മെൻറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കൂടാതെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ അഡ്മിഷൻ പോർട്ടൽ നിങ്ങൾക്ക് പാർഷ്യൽ ക്യാൻസലേഷൻ അല്ലെങ്കിൽ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻസ് എന്ന് കാണാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉദാഹരണത്തിന് നിങ്ങൾക്ക് 10ാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ അതിന് മുകളിലുള്ള 5 ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യുവാനും അതേപോലെ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള എഡിറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. എന്തായാലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഏകദേശം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് സ്റ്റാറ്റസ് നോക്കിയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സാധ്യത കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ കാര്യം ചെയ്യുക. അതേപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് 10/7/2024 അതിന് മുന്നോടിയായിട്ട് പ്രസിദ്ധീകരിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട കോഴ്സായിട്ടുള്ള ITI അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ് കീഴിൽ ITI അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ITI വിവിധ കോഴ്സിലോട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അതായത് അപേക്ഷ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ജൂലൈ 5 വരെ ITI കോഴ്സുകൾക്ക് അപേക്ഷ നൽകുവാൻ ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പറയുന്ന ITI കാരണം വിവിധ സാധ്യതയുള്ള ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ മേഖലയിൽ സാധ്യതകൾ കൂടുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും 2 വർഷത്തെ ഈ ഒരു കോഴ്സ് കൊണ്ട് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഈ പറയുന്ന ITI കോഴ്സിലോട്ട് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ITI കോഴ്സിന് അപേക്ഷ 5/7/2024 വരെ നൽകുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിലവിൽ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ അപേക്ഷ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. നേരത്തെ അനൗൺസ് ചെയ്ത പ്രകാരം 10/7/2024 ആയിരുന്നു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് 5/7/2024 വരെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത സ്ഥിതിക്ക്
നിങ്ങളുടെ പ്രൊഫൈൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്തതിന് ശേഷമുള്ള റാങ്ക് ലിസ്റ്റ് ഒരുപക്ഷെ 10 എന്നുള്ളത് മാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ചാനൽ വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ITI കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യുവാൻ, അത് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തുക. അപ്പോൾ നിലവിൽ ITI കോഴ്സിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 5/7/2024 വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി അവസാനമായിട്ട് 4ാമത്തെ പ്രധാനപ്പെട്ട കോഴ്സായിട്ടുള്ള DLED അഥവാ TTC കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. നേരത്തെ വിദ്യാർത്ഥികൾക്ക് DLED ലാംഗ്വേജ് വിഭാഗം, അതായത് ഹിന്ദി, ഉറുദു, അറബിക്, സംസ്കൃതം എന്നീ 4 ലാംഗ്വേജിലോട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 10/7/2024 അപ്പോൾ ഇനിയും വിദ്യാർത്ഥികൾ ലാംഗ്വേജ് ഈ പറഞ്ഞ ഹിന്ദി, ഉറുദു, അറബിക്, സംസ്കൃതം LPയിലും UPയിലും ടീച്ചറായും പഠിപ്പിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക്, അത് +2 കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും 10/7/2024 നിങ്ങളുടെ ഈ ഒരു അപേക്ഷാ ഫോമും അതേപോലെ തന്നെ നിങ്ങളുടെ ഇതിൻ്റെ കൂടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും, അതായത് SSLC, +2 കൂടാതെ മറ്റേതെങ്കിലും SC/ST വിഭാഗത്തിൽപ്പെടുന്നവർ അല്ലെങ്കിൽ OBC വിഭാഗത്തിൽപ്പെടുന്ന അവിടെ സംവരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ട്രിവാൻഡ്രത്തുള്ള വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നമ്മുടെ നേരത്തെ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ ഈ ഒരു അഡ്രസ്സിലോട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും 10/7/2024 നിങ്ങൾ അയച്ചു കൊടുക്കുക. കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ പരമാവധി നിങ്ങൾ പോസ്റ്റ് വഴി അയക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തുക. നോർമലായിട്ടുള്ള സ്റ്റാമ്പ് ഉപയോഗിച്ചുകൊണ്ട് അയച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ 2-3 ദിവസത്തിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളെ അഡ്മിഷനെ ബാധിക്കും. അതുകൊണ്ട് പരമാവധി സ്പീഡ് പോസ്റ്റ് വഴി തന്നെ നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക. ഇനി ട്രിവാൻഡ്രത്തുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നേരിട്ട് പോയിട്ട് വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ നിങ്ങൾ കൊടുത്താലും മതി. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ DLED ഹിന്ദിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഗവൺമെൻറ് കൂടാതെ സെൽഫ് ഫിനാൻസ് കോളേജും ഈ പറഞ്ഞ DLED ഹിന്ദി കോഴ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദി കോഴ്സുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസിലും സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് DLED ജനറൽ വിഭാഗം കോഴ്സുകൾ എന്ന് പറയുന്നത്. അതായത് DLED ഈ പറഞ്ഞ 4 ലാംഗ്വേജുകളല്ലാത്ത ബാക്കിയുള്ള എല്ലാ LPയിലെയും UPയിലെയും സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള DLED കോഴ്സാണ് DLED ജനറൽ വിഭാഗം കോഴ്സ്. +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജനറൽ വിഭാഗം DLED കോഴ്സിൻ്റെ അപേക്ഷ നിലവിൽ വിളിച്ചിട്ടില്ല. എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ അപേക്ഷ വിളിക്കും. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അപേക്ഷ വിളിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ലൈവായിട്ട് നിങ്ങൾ അപേക്ഷ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ, അപേക്ഷ രീതി, ജില്ലാതല, കാരണം ഈ പറയുന്ന ജനറൽ വിഭാഗം DLED ഓരോ ജില്ലയിലുമാണ് അപേക്ഷ കൊടുക്കേണ്ടത്. നേരത്തെ ലാംഗ്വേജ് വിഭാഗത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓരോ ജില്ലയിലും വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ഒരു വിദ്യാർത്ഥിക്ക് കേരളത്തിൽ ഒരു ജില്ലയിൽ മാത്രം അപേക്ഷ കൊടുക്കാം. ഉദാഹരണത്തിന് കോഴിക്കോടുള്ള ജില്ലയിലെ വിദ്യാർത്ഥിയാണ്, ആ വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ കോഴിക്കോട് കൊടുക്കാം, അല്ലെങ്കിൽ കോഴിക്കോടല്ലാത്ത വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള ജില്ലയിൽ കൊടുക്കാം. ഇനി അത് തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ്റും അതേപോലെ തന്നെ അത് ഗവൺമെൻറ് എയ്ഡ് സെപ്പറേറ്റ് അപേക്ഷയായിരിക്കും. ഇനി അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് സ്വാശ്രയ സ്ഥാപനങ്ങൾക്കും സെപ്പറേറ്റ് അപേക്ഷയും. ഇപ്പോൾ 2 അപേക്ഷ എല്ലാ വിദ്യാർത്ഥികളും ജനറൽ വിഭാഗത്തിലും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഗവൺമെൻറ് എയ്ഡ് സ്ഥാപനങ്ങൾക്കുള്ള അപേക്ഷയും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലോട്ടുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും എനാബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.